വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് പ്രയർ ലൈനിന്റെ ഭാഗമായിട്ട് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ച കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വായിച്ചതുപോലെ നമുക്ക് ഈ വാക്തത്വങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ജഡത്തിലെ ആത്മാവിലെ എല്ലാ കന്മഷങ്ങളെയും നീക്കി ദിവസങ്ങളിൽ കർത്താവിനെ അധികം തീഷ്ണതയോടെ സേവിപ്പാനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകി തരേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം. ഇന്ന് പാട്ട് പാടാനായിട്ട് ഞാൻ സിസ്റ്റർ ലിൻഡ ജോസഫിനെ ലൈനിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയല്ല താതൻ കരങ്ങളില്ല. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയല്ല താതൻ കരങ്ങളില്ല. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങന്റെ സംഗീതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതി എല്ലാം നീങ്ങിടട്ടെ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതി എല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാം. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാം. യാഹേ അങ്ങെന്നും എൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങന്റെ സംഗീതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. ജയാലിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എന്റെ രക്ഷയല്ലോ. ജയാലിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എന്റെ രക്ഷയല്ലോ. യാഹേ അങ്ങെന്നും ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്നും സംഗീതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ
ഭയമോ ഇനി എന്നെ സ്ഥാനമില്ല. എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല. പ്രത്യാശയ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല. പ്രത്യാശയ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സംഗീതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ, നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ, നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. Amen. Amen. Praise the Lord. Praise the Lord. Sister Susan കേൾക്കത്തില്ല. ഞാൻ ഒരു മിനിറ്റ്. Sister Shiny ലൈനിലുണ്ട്. She want to say a word of testimony. Sister Remy, Hello. Sister Shiny, are you there? Sister Shiny? ഉണ്ട്. Okay. One second. Thank you, Linda, so much for the beautiful song. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി നമ്മളോട് കൂടെ ഇരിക്കുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. Okay, Shiny, Vijay, go ahead. Shiny want to say a word of testimony, so I give to Shiny. Okay. Thank you. Praise the Lord. എനിക്ക് ഇന്നുമായിട്ട് റൈറ്റ് ഐയും ലെഫ്റ്റ് ഐയും കാറ്ററാക്ട് സർജറി ചെയ്തു. ദൈവത്തിൻ്റെ കരുണയാൽ അത് വളരെ അതിശയകരമായിട്ട് അത്ഭുതകരമായിട്ട് ദൈവം നടത്തി പരിപാലിച്ചു. കിട്ടിയ എല്ലാ വിധത്തിലുള്ള പ്രയർ സപ്പോർട്ടിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് സർജറി ചെയ്യുന്ന ഒരു ഡോക്ടർ, അത് ഇന്നും അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടാണ് സർജറി ചെയ്ത്. അദ്ദേഹത്തിന് ഞങ്ങളും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത് വളരെ സന്തോഷമായിരുന്നു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു എനിക്ക്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സും എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇവിടെയുണ്ട്. ജോലി സ്ഥലത്ത്, കമ്മ്യൂണിറ്റിയിൽ, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, ചർച്ച് കമ്മ്യൂണിറ്റി, ഞങ്ങളുടെ പരിചയത്തിലുള്ളവർ, IPH ചർച്ച്, ഹെബ്രോൺ ചർച്ച്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഷെറിയാന്, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാ രീതിയിലും എനിക്ക് കിട്ടിയ എല്ലാ പ്രയർ സപ്പോർട്ടിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മറ്റ് ഫ്രണ്ട്സ്, ഫാമിലീസ് എല്ലാവരും പ്രാർത്ഥിച്ച എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം അതിശയകരമായിട്ട് അത്ഭുതകരമായിട്ട് ദൈവം നടത്തി. ഇന്നലെ സർജറിക്ക് പോകുന്നതിന് മുമ്പ് ദൈവം തന്ന വചനം, എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്നുള്ള ആ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം സംസാരിച്ച് ധൈര്യപ്പെടുത്തി. അതുപോലെ പ്രകാശം പരത്തുന്നവരായിട്ട്, മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നവരായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച എല്ലാവരും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്. Praise the Lord. Thank you, Shiny. ഷൈനി ഓർത്ത് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവ് പരിപൂർണമായ വിടുതൽ കൊടുക്കുവാനും ഈ സർജറി എല്ലാം എഫക്റ്റീവായി തീർന്ന് ഐസെറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിസ്റ്റോർ ചെയ്യുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ നമുക്ക് സ്നേഹയോർത്ത് പ്രാർത്ഥിക്കാം. അവരെ കുടുംബമായി കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ അവരെ സമർപ്പിക്കാം. അടുത്തായിട്ട് നമുക്ക് സിസ്റ്റർ സൂസൻ തോമസ് നമ്മളോട് തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കാം. നമുക്ക് ദൈവത്തിന്റെ ദാസിയെ പ്രാർത്ഥനയുടെ കരങ്ങൾ വഹിക്കാം. സിസ്റ്റർ ലൈനിലുണ്ടെങ്കിൽ. Praise the Lord. Praise the Lord. Praise the Lord.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒക്ലഹോമ പ്രയർ ലൈനില് ദൈവത്തിന്റെ വചനവുമായിട്ട് ആയിരിക്കാന് ഒരിക്കൽ കൂടെ ദൈവം സഹായിച്ചതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് ഒരുക്കിയ എല്ലാ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. പ്രയർ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസിയെ, അതുപോലെ ഇതിന് ചുമല കൊടുക്കുന്ന സാക്രൽ ബിജി സിസ്റ്റർ, എല്ലാവരെയും ലൈനിലായിരിക്കുന്നവരെയും ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവരെ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമുക്ക് ഇപ്രകാരം ഒരു സമയം ദൈവം അനുവദിച്ചു തന്നതുകൊണ്ട് കർത്താവ് ഹല്ലേലൂയ, ഞാനും ദൈവത്തിന് നന്ദി പറയുന്നു. ഞാനിപ്പോൾ ഡാളസിലാണ്. ചില മാസങ്ങളായിട്ട് ഞാൻ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വന്നതുകൊണ്ട് ഇങ്ങോട്ട് ഇവിടെ ആയിരിക്കുന്നു. ഈ ദൈവം അനുവദിച്ചാൽ ഈ 30th ബഹറിലേക്ക് മടങ്ങിപ്പോകുന്നു. എന്നെ ക്ഷണിച്ചതിൽ കർത്താവിന്റെ ദാസനോടും ദാസിയോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. വേഗത്തിൽ നമുക്ക് തിരുവചനത്തിലേക്ക് കടക്കാം. അതിനാധാരമായിട്ട് 2 Chronicles 16:9 ആണ് കർത്താവിനെ ഏൽപ്പിച്ചത്. ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ചില ആലോചനകൾ തന്നത് നമുക്ക് ഒന്നിച്ച് ചിന്തിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യാം. സ്തോത്രം. അതിനകത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്: For the eyes of the Lord move to and throughout the earth, and that he may strongly support those whose heart is completely his. യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഈ വൈകുന്നേര സമയം തിരുവചനത്തിൽ ശ്രദ്ധിക്കാൻ പ്രാർത്ഥിപ്പാനൊക്കെ തന്ന സമയത്തിനായി സ്തോത്രം. ദൈവം തരുന്ന എല്ലാ അവസരങ്ങൾക്കായി സ്തോത്രം. ദൈവം തരുന്ന എല്ലാ പദവികൾക്കായി സ്തോത്രം. കർത്താവ് ഞങ്ങളെ നടത്തിയതിനായി സ്തോത്രം. കർത്താവ് കൽപ്പിച്ച എല്ലാ സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം. കർത്താവെ പാടിയ കുഞ്ഞിനായി സ്തോത്രം. ദൈവങ്ങൾ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറക്കി പ്രേരണനെ കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. മഹത്വം എല്ലാം എടുക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. കർത്താവ് എന്നോട് പറയാൻ പറഞ്ഞ ദൂത്, പരിശുദ്ധാത്മാവ് തന്ന ദൂത് അല്ലെ സ്തോത്രം. ഈ ലാസ്റ്റ് ടൈമില് അന്ത്യകാലത്ത് അല്ലെ സ്തോത്രം, നമ്മള് ഇവിടെ വായിച്ചതുപോലെ ഏകാഗ്രചിത്തനായിരിക്കുന്നവർക്ക് വേണ്ടി, അതായത് ഏകാഗ്രത എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരർത്ഥമല്ല, ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ those whose heart is completely his, അതായത് ദൈവത്തിന്റെ ആ പദ്ധതിയില് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഒരു അൺബ്രോക്കൺ റിലേഷൻഷിപ്പ്, ഫെലോഷിപ്പ് ദൈവവുമായിട്ട് വേണമെന്നാണ് സ്തോത്രം നമുക്ക് ഇതിനകത്തുനിന്ന് പ്രാരംഭമായിട്ട് മനസ്സിലാക്കാനുള്ളത്. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ക്രിസ്ത്യൻസ് ആണ്, നമ്മൾ ബിലീവേഴ്സ് ആണ്, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ അവകാശികളാണ്, നമ്മൾ സ്വർഗരാജ്യത്തിന്റെ സിറ്റിസൺസ് ആണ്, ഗോഡ്സ് അംബാസഡേഴ്സ് ആണ്. നമ്മൾ ഇവിടെ ഫോറിൻ ലാൻഡാണ് നമ്മുടേത്. ഇവിടെ ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണം എപ്പോഴും. നമ്മൾ ദൈവമക്കളാണ്. ആ ഒരു ഏകാഗ്രത നമ്മുടെ ഉള്ളത്തിനകത്ത് എപ്പോഴും വേണം. ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെല്ലാം കടന്നു വന്നാലും, നമ്മൾക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മള് സ്തോത്രം, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി ശ്രേഷ്ഠകരമായിട്ടാണ്. അതിന്റെ ആ ഏകാഗ്രതയെ തന്നെ നിൽക്കണമെന്നാണ് പ്രാരംഭമായിട്ട് ഞാൻ ദൈവാത്മാവിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെ ഹാർട്ട് ദാറ്റ് ഈസ് റൈറ്റ് ബിഫോർ ഗോഡ്, സ്തോത്രം, അതാണ് ആ പ്യൂരിറ്റി ഓഫ് ഹാർട്ട്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതൊക്കെയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതായത് എൻ്റെ ഹൃദയം ദൈവത്തിന്റെ പോലാകണം. ഹൂസ് ഹാർട്ട് ഈസ് കംപ്ലീറ്റ്ലി ഹിസ്. നമുക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടോ? നമുക്കിപ്പോഴും നമുക്ക് അങ്ങനെ ആയിട്ടുണ്ടോ? നമ്മൾ ഏതെല്ലാം കാര്യത്തിൽ അങ്ങ് തിരക്കാണ്, ഏതെല്ലാം കാര്യത്തിൽ നമ്മൾ ബിസിയാണ്. നമ്മുടെ മൈൻഡ് അങ്ങ് മറ്റു പല കാര്യങ്ങളിലേക്ക് പിശാച് വലിച്ചുകൊണ്ട് പോവുക. ഈ ലോകത്തിന്റെ കുറെ കാര്യങ്ങള്, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഇമ്പങ്ങള് ഇതിലോട്ടൊക്കെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പൊ നിൽക്കുന്നത്. ഹല്ലേലൂയ.
അതിനകത്തൂന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് പറയാനുള്ള ദൂത് അല്ലെ സ്തോത്രം, ഏകാഗ്രത വിട്ടുപോകല്, അല്ലെ പ്യൂരിറ്റി ഓഫ് ഹാർട്ട്. അത് അല്ലെ സ്തോത്രം, അതിന്റെ റിസൾട്ട് എന്തുവാന്ന് ചോദിച്ചാൽ ഹീസ് ലുക്കിംഗ് ടു ഗീവ് സ്ട്രോങ് സപ്പോർട്ട് to those whose heart is blameless towards him. ഹല്ലേലൂയ. ഞാനിത് മനസ്സിലാക്കിയപ്പോഴ് അല്ലെ സ്തോത്രം, ഹാർട്ട് ഈസ് ബ്ലെയിംലെസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ ഏകാഗ്രത വിട്ടുപോയാൽ ഇവിടെ ഈ ലോകത്തിലുള്ള കംപ്ലീറ്റ് നമ്മുടെ അകത്തോട്ടങ്ങ് കയറും. എന്നാൽ ക്രിസ്തുവിനോടുള്ള, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്തോത്രം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞാല് അല്ലെ, ഗോഡ് ഈസ് ലുക്കിംഗ് ടു ഗീവ് സ്ട്രോങ് സപ്പോർട്ട്. നമുക്ക് നല്ല സ്ട്രോങ് സപ്പോർട്ട് തരാൻ. ഹി മേ സ്ട്രോങ്ലി സപ്പോർട്ട് ദോസ് ഹൂസ് ഹാർട്ട് ഈസ് കംപ്ലീറ്റ്ലി ഹിസ്. അപ്പൊ നമുക്ക് എത്ര സ്ട്രോങ് സപ്പോർട്ട് തരാനാണ് ഏകാഗ്രത വിട്ടുപോയാൽ നമുക്ക് വേണ്ടി ദൈവം തരുന്നത്. ഇന്ന് രാത്രിയില് പരിശുദ്ധാത്മാവ് പറയാണ്, ഗോഡ് സ്ട്രോങ് സപ്പോർട്ട്, അല്ലെ ഗോഡ്സ് എൻകറേജ്മെന്റ്, ഇതൊക്കെ അവിടെ ആസായിക്ക് കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ സ്തോത്രം, ആസായുടെ ജീവിതത്തില് ചില കാര്യങ്ങൾ മാത്രം ടൈം ഇതിന്റെ ഉള്ളിൽ നിന്നോണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ജെനിസിസ് തൊട്ട് നോക്കിയാല് അതിന്റെ 6 വാക്യം പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 4 തൊട്ട് നമ്മൾ നോക്കുമ്പോൾ ജെനിസിസ് 3:4 തൊട്ട്, പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങളുടെ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറയാം. ഓരോ കാര്യങ്ങൾ, അതായത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ആദമിനെ ഹവ്വായെയും അല്ലെ സ്തോത്രം, അവരെ എന്താണ് ദൈവത്തിൽ നിന്നുള്ള ഫോക്കസ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലെ അവിടെ പിശാച് വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് കേൾക്കാനും അതിന് മറുപടി പറയാനും അത് ഏറ്റെടുക്കാനും ഒക്കെ തയ്യാറായി. അവിടെ എന്താ സംഭവിച്ചത്? ഏകാഗ്രത വിട്ടുപോയി. ഹാലെ സ്തോത്രം. ദൈവത്തോടുള്ള ഏകാഗ്രത ഈ അന്ത്യകാലത്ത് വിടാനായിട്ട് എല്ലാ സംഭവങ്ങളും എല്ലാ പദ്ധതികളും പിശാച് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ് രാത്രിയിൽ ഈ പ്രെയർ ലൈനിൽ കൂടെ നമുക്കൊരു വാർണിംഗ് തരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ആ വൃക്ഷഫലം തിന്നുവാൻ നല്ലത്, കാണുവാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമയെന്ന് സ്ത്രീ കണ്ടു. ഏകാഗ്രത വിട്ടുപോയി. അല്ലെ സ്തോത്രം. കർത്താവ് പറഞ്ഞതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവിന്റെ ആ റിലേഷൻഷിപ്പ്, അത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ആ ഫെലോഷിപ്പ് അല്ലെ സ്തോത്രം അവിടെ ബ്രോക്കണായി. അല്ലെ സ്തോത്രം. അതുമൂലം എന്ത് സംഭവിച്ചെന്നൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. അത് സ്ത്രീ കണ്ടു. അല്ലെ സ്തോത്രം. അവൾ ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അപ്പോഴത്തേക്ക് പാപം വന്നു കഴിഞ്ഞു. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് അവര് മാറിക്കഴിഞ്ഞു. ഇന്ന് ആളെ സ്തോത്രം നമ്മളോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ 2 കൊരിന്ത്യസിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് 11:3. നമുക്കിതൊക്കെ അങ്ങ് കാണാതറിയാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഈ വചനം നമ്മൾ വായിക്കുന്നതാണെങ്കിലും വചനം കേൾക്കുമ്പോഴാണെങ്കിലും നമ്മൾ മടങ്ങി വാ. നമ്മൾ ഏകാഗ്രത എവിടെ വിട്ടുപോയിട്ടുണ്ടോ? നമ്മുടെ ഫോൺ കോളിലാണോ? നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യത്തിലാണോ? നമ്മൾ ഏത് കാര്യത്തിലാണ്? പ്രാർത്ഥനയുടെ ഏകാഗ്രത, വചനധ്യാനത്തിന്റെ ഏകാഗ്രത, നമ്മളൊരു ബ്ലെയിംലെസ് ലൈഫ് നയിക്കാനുള്ള ഏകാഗ്രത, നമ്മുടെ ആരാധനയുടെ ഏകാഗ്രത, സ്തോത്രം, ദൈവം ഇട്ടിരിക്കുന്ന നമ്മളെ കുറിച്ച് ഇട്ടിരിക്കുന്ന ഒരു പദ്ധതിയുടെ ഏകാഗ്രത, അതിനകത്തുനിന്നെല്ലാം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വരാനുള്ള ദിവസമെന്ന പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി എനിക്കൊരു ദൂതാണ് ഇന്ന് രാത്രി നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ തന്നെ വളരെയധികം ഞാനത് പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ ലോകത്തിന്റെ എന്തെല്ലാം
നമ്മളെ കണ്ടാലും അവിടെ നമുക്കറിയാം ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇത് സ്തോത്രം ലോകത്തിനുള്ളതാ. ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവർ എന്നേക്കും ഇരിക്കും. അത് നമ്മളെ ഈ ജഡത്തിന്റെ മോഹം, കണ്ണിന്റെ മോഹം, ജീവനത്തിന്റെ പ്രതാപം, ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഈ ലോകത്തിൽ ചെയ്തെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്പിരിച്വൽ അല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി സെറ്റപ്പുകൾ ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കും? നമുക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല. നമ്മുടെ പ്രാർത്ഥനയുടെ സമയം പോയി. സ്തോത്രം മറ്റു കാര്യങ്ങളിനകത്ത് ഇൻവോൾവാണ്. സ്തോത്രം നമ്മൾ അതിലേക്ക് അങ്ങ് വലിച്ചുകൊണ്ട് നമ്മളെ പോകുന്നത് പോലെ പിന്നീട് ആയിപ്പോകും. നമ്മൾ പോകണ്ട, നമ്മളെ കൊണ്ടുപോയി കഴിയും നമ്മുടെ നല്ല വിലപ്പെട്ട സമയങ്ങളൊക്കെ. അതുകൊണ്ട് സ്തോത്രം ഇവിടെ പറഞ്ഞിരിക്കുന്ന സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രത നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വാഹനിശ്ചയം കഴിഞ്ഞ ക്രിസ്തുവിനുള്ള ഏകാഗ്രത നമ്മൾ വിട്ടുപോയാൽ എന്ത് സംഭവിക്കുമെന്ന് വളരെ നമ്മൾ ഈ നാളുകളിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിനകത്ത് ദൈവത്തിന്റെ കണ്ണൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ടെങ്കിലും സ്തോത്രം എനിക്ക് ഇന്ന് രാത്രി ഒരു ദൂതാണ് പറയാനുള്ളത്. ഇവിടെ ആസയുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ സ്തോത്രം അവിടെ ആസായ 14 2 Chronicles 14 പറയുമ്പോൾ അതിന്റെ 2 പറയുകയാണ്, ആസ തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളതൊക്കെയും ചെയ്തു. സ്തോത്രം ആസയുടെ ഈ 14, 15, 16 നോക്കുമ്പോൾ ഒത്തിരി ജയങ്ങളുണ്ട്. പക്ഷെ ലാസ്റ്റില് പരാജയം പറ്റി, ഏകാഗ്രത പോയി. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പക്ഷെ തുടങ്ങിയപ്പോൾ നല്ല ഏകാഗ്രതയിൽ ഞാൻ ദൈവത്തിന് വേണ്ടി അത് ചെയ്യണം, ഇത് ചെയ്യണം, കർത്താവിന് വേണ്ടി നിൽക്കണം, പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യണം ഒക്കെ വന്നതായിരിക്കും. പക്ഷെ അതിനകത്തുനിന്ന് മാറിപ്പോയ ഒരനുഭവമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അവിടെ നോക്കുമ്പോൾ എന്തൊക്കെയാണ് അന്യദേവന്മാരെ, ബലിപീഠങ്ങളെ ഇതെല്ലാം ഉടച്ചു കളഞ്ഞു. സ്തോത്രം ആദ്യമേ നീക്കിക്കളഞ്ഞു, സംഭവഗ്രഹങ്ങൾ ഉടച്ചു കളഞ്ഞു, അസേര പ്രദേശങ്ങൾ വെട്ടിക്കളഞ്ഞു. അപ്പോൾ വലിയൊരു ശുദ്ധീകരണത്തിനായിട്ട് സ്തോത്രം അവിടെ അതാണ് കാണുന്നത്. എന്നിട്ട് യഹൂദയോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാനും ന്യായപ്രമാണം കൽപ്പന അനുസരിച്ച് നടക്കുവാനും കൽപ്പിച്ചു. വളരെ സ്ട്രോങ് ആയിട്ട് തുടങ്ങിയതാ. വളരെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നീക്കിക്കളയേണ്ടത്, എല്ലാ പൂജാഗിരികളും സൂര്യവിഗ്രഹങ്ങളും നീക്കിക്കളഞ്ഞു. രാജ്യം അവന്റെ കീഴിൽ സ്വസ്ഥമായിരുന്നു. ഇന്ന് രാത്രി പറയാനായിട്ട് ദൈവാത്മാവ് തന്നത് സ്തോത്രം നമ്മൾ നീക്കിക്കളഞ്ഞു, നമ്മുടെ ഏകാഗ്രത വിട്ടുപോകാതെ ആസ തന്റെ ദൈവസന്നിധിയിൽ ഹിതവും പ്രസാദവുമായി ചെയ്ത് നീക്കിക്കളയേണ്ടത് ചെയ്യുക ജനത്തോട് പറഞ്ഞപ്പോൾ രാജ്യം അവന്റെ കീഴിൽ സ്വസ്ഥമായിരുന്നു. യഹോവ അവന് വിശ്രമം നൽകി, ദേശത്തിന് സ്വസ്ഥതയുണ്ടായി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലത്തെ ദൂത് നാം മനസ്സിലാക്കണം. ദൈവത്തിന് ഹിതവും പ്രസാദവും അല്ലാത്തത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് നീക്കിക്കളയേണ്ടത്, ഉടച്ചു കളയേണ്ടത്, വെട്ടിക്കളയേണ്ടത് നാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്തിട്ട് മറ്റുള്ളവരോടും നമ്മൾ ഉപദേശിക്കേണ്ടതാ. സ്തോത്രം ജനത്തോട് ഉപദേശിക്കേണ്ടവരാ. അങ്ങനെ നിൽക്കുമ്പോൾ സ്തോത്രം അവിടെ ഒരു സ്വസ്ഥത ദൈവം കൊടുത്തു. എന്നിട്ട് കൂടാതെ അവൻ യഹൂദിയിൽ ഉറപ്പുള്ള പട്ടണങ്ങളെ പണിഞ്ഞു. സ്തോത്രം കണ്ടോ, എന്തെങ്കിലും ഒരു പണി നടക്കണം, എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഏകാഗ്രത വിട്ടുപോകാതെ ദൈവത്തിന് ഹിതമായുള്ളത് ചെയ്യണമെന്നാണ് നമുക്ക് സ്തോത്രം ഈ ഇതിനകത്തുനിന്ന് ഒത്തിരി സ്തോത്രം കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കി. അത് മുഴുവനായിട്ട് നമുക്ക് പറയാനായിട്ട് ടൈം എടുക്കുന്നില്ല ഞാൻ. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ആസയ്ക്ക് വൻ പരിചയം കുന്തവും എടുത്തവരായി 3 ലക്ഷം പേരുണ്ടായിരുന്നു. സ്തോത്രം 2,80,000 പേര് ബെന്യാമിനുള്ള ഒരു സൈന്യം ഉണ്ടായിരുന്നു. അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു. സ്തോത്രം എന്താണ് ഒരു സൈന്യം, വലിയൊരു സൈന്യത്തിന് നേരെ ചെന്നപ്പോൾ എന്താണ് അവിടെ നിൽക്കാൻ വയ്യാത്തതുപോലെ ആസായിക്ക് ഒരു പ്രയാസം നേരിട്ടു. ആസ തന്റെ ദൈവമായ യഹോവയോട് വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല.
ഹാലിസ്തോത്രം. നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് വില്ലിനകത്ത് നിന്നുകൊണ്ട്, ഏകാഗ്രതയിൽ നിന്നുകൊണ്ട്, ഒരു ബ്ലെയിംലെസ് ആൻഡ് പ്യൂർ ഹാർട്ടിൽ നിന്നുകൊണ്ട്, ദൈവ പദ്ധതിക്കകത്ത് നിന്നുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ സമയം തന്നെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്നുള്ള ദൂതാണ് ഇന്ന് രാത്രി എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. ഹാലിസ്തോത്രം. അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ തന്നെ, നീയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങളുടെ ദൈവമായ യഹോവേ ഞങ്ങളെ സഹായിക്കണമേ, നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, അല്ല നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. ഹാലിസ്തോത്രം. ഒരു പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ നീ ഞങ്ങളുടെ ദൈവം, മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ തന്നെ ദൈവം എന്താ ചെയ്ത്? യഹോവ ആസയുടെ യഹൂദയുടെ മുമ്പിൽ കൂശ്യരെ തോൽക്കുമാറാക്കി കൂശ്യർ ഓടിപ്പോയി. കണ്ടോ? സ്തോത്രം. അവിടെ യുദ്ധങ്ങളെ മാറ്റിക്കഴിഞ്ഞു. അവിടെ ഏകാഗ്രതയോടെ നിന്ന ആസയുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ സ്തോത്രം. നമ്മൾ ഇന്ന് രാത്രി ഓർക്കണം, നമുക്ക് എവിടെങ്കിലും യുദ്ധങ്ങൾ വന്നിട്ട് മാറിപ്പോന്നില്ലയോ? എന്തെങ്കിലും പ്രതിസന്ധി മാറിപ്പോന്നില്ലയോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നേ, ക്രിസ്തുവിനുള്ള ഏകാഗ്രതയിലേക്ക് മടങ്ങി വരണം. നമ്മുടെ ഹൃദയത്തിനകത്ത് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ തിരക്കാറുന്ന അനുഭവങ്ങളെല്ലാം എടുത്തു മാറ്റി ഇന്ന് രാത്രി കാലം ദൈവസന്നിധിയിൽ നമ്മളൊരു തീരുമാനമെടുക്കണം. ഞാൻ ദൈവ പദ്ധതിക്കകത്ത് ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ തക്കോണം. അവിടെയാണ് സ്തോത്രം. എത്ര ബലവാൻ വന്നാലും, എത്ര സ്തോത്രം കുതിരച്ചേവകരും എത്ര സൈന്യമുള്ളവർ വന്നാലും സ്തോത്രം നമ്മുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ അവരെ തോൽക്കുമാറാക്കുന്നത്, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് അവിടെയാണ്, നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് അവിടെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷമായിട്ടൊരു ദൂത് 15-ാം അധ്യായത്തിൽ കൊടുക്കുക. സ്തോത്രം. വേഗത്തിൽ ഇതെല്ലാം ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണെങ്കിലും ഞാൻ വേഗത്തിൽ പോകുന്നത്, ആസയ്ക്ക് പ്രത്യേകമായി ദൂത് കൊടുക്കുക. എന്താ? നമ്മൾ പലപ്പോഴും ദൂത് കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ്, പക്ഷെ നമ്മൾ ആ ദൂതിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ ലൈഫ് ക്രമീകരിച്ച് മുമ്പോട്ട് പോകുന്നോ ഇല്ലയോ എന്ന് കർത്താവ് നോക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ആ വചനം കേൾക്കുമ്പോൾ, ആ ദൈവത്തിന്റെ ആലോചന കേൾക്കുമ്പോൾ നമ്മൾ അത് ഏറ്റെടുത്തുകൊണ്ട് ആ സമയം തന്നെ തീരുമാനമെടുത്ത് അതിനുവേണ്ടി വില കൊടുത്തൊരു സാക്രിഫിഷ്യൽ മൈൻഡോടുകൂടി പറയണം, ഇല്ല എന്റെ ജീവിതത്തിൽ സ്തോത്രം ദൈവത്തിന്റെ പദ്ധതി അല്ലാത്തതെല്ലാം എടുത്തു മാറ്റി ഞാൻ ഒരു തീരുമാനത്തോടെ ഇനി മുൻപോട്ട് പോകും, എനിക്ക് ഈ ലോകത്തിന്റെ എല്ലാം എടുത്തു മാറ്റുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം ദൈവത്തിന് ഒരു തീരുമാനം എടുക്കുക. അവിടെ അനന്തരം ദൈവത്തിന്റെ ആത്മാവ് അവിടെ സ്തോത്രം അസര്യാവിന്റെ മേൽ വന്നിട്ട് ആസയോട് പറയുകയാണ്. എന്തുകൊണ്ടാ ചിലപ്പോൾ നമ്മളോട് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്? ഇന്ന് ഇപ്പോൾ ലൈനിലുള്ളവരും ഇനി കേൾക്കാൻ പോകുന്നവരോടും പറയുന്നത് സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് തന്നെ ഇന്ന് രാത്രിയിൽ ഈ ആലോചന പറയുകയാണ്. അത് ഞാനും എന്റെ കുടുംബവും കേൾക്കുന്നവർ ഒരുപോലെ ഏറ്റെടുപ്പാൻ തക്കവണ്ണം ഞാൻ ദൈവത്തിന് സമർപ്പിക്കുക. കാരണം അവിടെ പറയുകയാണ്, എന്റെ വാക്കുകൾ നിങ്ങൾ യഹോവയോടുകൂടി ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് ഇരിക്കും, അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. ഒരു ദൂത് പറഞ്ഞാണ് ആശയെ വിടുന്നത്. സ്തോത്രം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു, കുരിശിനെ തോൽപ്പിക്കുമാറാക്കി എല്ലാം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ആത്മാവ് പിന്നെ പറഞ്ഞു, നിന്റെ ഏകാഗ്രത പോകല്ല, നീ ദൈവത്തെ അന്വേഷിക്കുന്നവനായി, സ്തോത്രം ദൈവത്തോട് കൂടെ നടക്കുന്നവനായി, ഹല്ലേലൂയ, സ്തോത്രം ദൈവത്തിന്റെ പദ്ധതി നടക്കുന്നവനായി ഇരിക്കണമെന്ന് ആത്മാവ് ദൂതറിയിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഈ ദൂതുകളൊക്കെ കേൾക്കും, പക്ഷെ ജീവിതത്തിൽ ഏറ്റെടുക്കത്തില്ല. സ്തോത്രം. അവിടെ ഞാൻ മുമ്പോട്ട് പോകുമ്പോ 15-ാം വാക്യം 15-ാമത്തെ വാക്യം പറയുകയാണ്. 2 Chronicles 15:15 പറയുകയാണ്, എല്ലാ യഹൂദ്യരും സത്യനിമിത്തം സന്തോഷിച്ചു, അവർ പൂർണ്ണ ഹൃദയത്തോടെ സത്യം ചെയ്ത് പൂർണ്ണ താല്പര്യത്തോടെ അവനെ അന്വേഷിച്ചുകൊണ്ട് അവർ അവനെ കണ്ടെത്തുകയും യഹോവ അവർക്ക് ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തു. ഹല്ലേലൂയ. എന്നിട്ട് 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ പൂജാഗിരികൾക്ക് ഇസ്രായേൽ നീക്കം വന്നില്ല, എങ്കിലും ആസയുടെ ഹൃദയം അവന്റെ ജീവകാലമൊക്കെയും ഏകാഗ്രമായിരുന്നു. സ്തോത്രം. അവിടം വരെ ദൈവം നോക്കിയപ്പോൾ ഏകാഗ്രമായിരുന്നു. ഏകാഗ്രത ഹല്ലേലൂയ, സ്തോത്രം ഉള്ള ഒരു വ്യക്തി ജീവിതത്തെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. 16-ാം അധ്യായം വരുമ്പോൾ സ്തോത്രം അവിടെ എന്താണ്?
ആസയ്ക്ക് അവിടെ ഒരു നമ്മളെ പറഞ്ഞ പോലെ ഒരു ലോക്ക്ഡൌൺ വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആരും വരത്തുപോക്കാതെ. നമുക്കറിയാം ഈ ലോക്ക്ഡൌണില് ഈ കോവിഡ് കാലത്ത് എത്രയോ പേര് ഈ ഫോണിനകത്തും ഈ നെറ്റിനകത്തും ഈ കാര്യങ്ങളിനകത്തും ഇരുന്ന് ഏകാഗ്രത പോയി ഇപ്പോൾ ഒരു പേരിന് മാത്രം നടക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് രാത്രികാലം ആരുടെയെങ്കിലും ഏകാഗ്രത പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ സ്തോത്രം, ആസയുടെ അടുക്കൽ വരത്തുപോക്കിന് ആരെ സമ്മതിക്കാതെ വണ്ണം അവിടെ ഇരുന്നപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ആരാം രാജാവിന് പൊന്നും വെള്ളിയും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്ത് സ്തോത്രം ആ ഒരു ഏകാഗ്രത അവിടെ വിട്ടുപോയി. ആരാം രാജാവിൽ അതിന്റെ 7ാമത്തെ വാക്യം പറയുക, നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ ആരാം രാജാവിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ആരാം രാജാവ് എന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. സ്തോത്രം. കണ്ടോ, അവിടം തൊട്ട് പോയി, അവിടം തൊട്ട് വിട്ടുപോയി. പിന്നെ യുദ്ധങ്ങളായി, പിന്നെ ഓരോ കാര്യങ്ങളായി. ഒന്ന് ഓർത്ത് നോക്കണമേ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ നോക്കണം. എന്താണ് ദൈവം വ്യക്തമായി പറഞ്ഞത്? ദൈവത്തിന്റെ കണ്ണ് സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്ന നീ യഹോവയിൽ ആശ്രയിക്കുകൊണ്ട് അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു എന്ന് ആശ്രയിച്ചിരുന്ന ഏകാഗ്രതയോട് നിന്ന സമയത്ത് നീക്കിക്കളഞ്ഞ ശുദ്ധീകരണത്തോടെ ഒരു ബ്ലെയിംലെസ് ഒരു പ്യൂർ ഹാർട്ടിൽ നിന്നതുകൊണ്ട് ദൈവം കൂടെ ഇരുന്നു. എന്നാൽ അടുത്ത വാക്യം 9ാമത്തെ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് പറയുകയാണ് സ്തോത്രം, യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലാടും ഊളാടിക്കൊണ്ടിരുന്നു. ഇതിൽ നീ പോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ഇനി നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും. കണ്ടോ, അവിടെ തൊട്ട് പോയി ദൈവം വിട്ടുകളഞ്ഞു. സ്തോത്രം. അവിടെ ദൈവത്തിന്റെ ആത്മാവ് ചെന്ന് വ്യക്തമായി പറഞ്ഞത്, നിങ്ങൾ യഹോവയോടുകൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അതെല്ലാം കേട്ടു. എല്ലാ കാര്യങ്ങളും ഏകാഗ്രമായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഹല്ലേലൂയ, ഒരു സാഹചര്യം വന്നപ്പോൾ ആ ഏകാഗ്രത നിന്ന് വിട്ടുപോയി ചില കാര്യങ്ങൾ ദൈവഹിതമില്ലാത്തത് ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. സ്തോത്രം. ആ യുദ്ധങ്ങൾ ഉണ്ടായി. പിന്നെന്തോ ചെയ്തു? ആസ ദർശകനോട് ക്രുദ്ധിച്ചു. കണ്ടോ, ഹല്ലേലൂയ. ഏകാഗ്രത വിട്ടുപോയാല് കോപം ഈർഷ്യ ഇതെല്ലാം വന്നു കേറിയിട്ട് സ്തോത്രം പോഷത്തരങ്ങളെ എല്ലാം കടന്നു വരും. എന്നിട്ട് കാരാഗ്രഹത്തിലാക്കി. സ്തോത്രം. ഈ കാര്യം നിമിത്തം അവനോട് ഉഗ്ര കോപമുണ്ടായിരുന്നു. ഹല്ലേലൂയ. എത്രയെല്ലാം കാര്യങ്ങൾ ഹല്ലേലൂയ പിന്നീട് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആസയ്ക്ക് തന്റെ വാഴ്ചയുടെ 39 ദീനം പിടിച്ചു. അതിനകത്ത് ഒരു വാക്യമുണ്ട്, അവൻ തന്റെ ദീനത്തിൽ യഹോവയല്ല വൈദ്യന്മാരെ അത്രേ അന്വേഷിച്ചത്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ദൂതെന്തുവാ? അവനെ അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നവർ അവൻ നിങ്ങളെ ഉപേക്ഷിക്കും. നമുക്കറിയാം അവിടെ എന്തോ സംഭവിച്ചെന്ന്. ആസ നിദ്ര പ്രാപിക്കാനിടയായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാല് സ്തോത്രം. നമുക്കറിയാം ഏകാഗ്രതയോടെ നിന്ന എത്ര പേരെ നമുക്ക് ബൈബിളിനകത്ത് അറിയാം. സ്തോത്രം. കർത്താവ് നമ്മുടെ ഏകാഗ്രത വിട്ടുപോകാതെ, ദൈവസന്നിധിയിലുള്ള നിർമ്മലത വിട്ടുപോകാതെ ഹല്ലേലൂയ. ഇന്ന് ഈ ദൂത് ഞാൻ പ്രിപ്പയർ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്നോട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, അനേകരിന്ന് ഫോണിനകത്ത് പല കാര്യങ്ങളിനകത്ത് സ്തോത്രം ലോങ് ടൈം മറ്റു കാര്യങ്ങൾ ഇതെല്ലാമായിട്ട് നമ്മുടെ സമയം പോവുകയാണ്. എന്നാൽ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് എത്ര സമയം, 1 മണി ഒരു ദിവസത്തിൽ നമ്മൾ വേർതിരിക്കുന്നു. എത്ര സമയം നമ്മൾ സ്തോത്രം ദൈവത്തോട് ആ ഏകാഗ്രത എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് നമ്മൾ ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കി. കർത്താവ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ കണ്ണ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ആ കണ്ണിന് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. യെരമ്യാ പ്രവചനം 23:23 നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ സമീപസ്ഥനായ ദൈവം ആകുന്നുവോ ദൂരസ്ഥനായ ദൈവവുമല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കാണാതെ ആർക്കെങ്കിലും മറയത്തൊളിച്ചിരിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവൻ ല്ലയോ എന്ന് യഹോവയുടെ. അപ്പം കർത്താവിന്റെ കണ്ണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. ആര് കണ്ടില്ലെങ്കിൽ ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും ആരും നമ്മളെ ദൈവത്തിന്റെ കണ്ണ് യെരമ്യാ പ്രവചനത്തിലുണ്ട്. യഹോവയുടെ ദൃഷ്ടി മനുഷ്യന്റെ
എല്ലാ വഴികളിലും ഇരിക്കുന്നു, എല്ലാ വഴികളിലും. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നമുക്ക് സ്തോത്രം കാണുമ്പോൾ ജെരമ്യാവിന്റെ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. 19 വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഓരോരുത്തരും അവന്റെ നടപ്പിനും പ്രവർത്തികൾക്കും ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടത് നീ മനുഷ്യരുടെ എല്ലാ വഴികളിലും ദൃഷ്ടി വെക്കുന്നു. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ വഴികളിലും നമ്മുടെ ഹീസ് ലുക്കിംഗ് ടു ഗീവ് സ്ട്രോങ് സപ്പോർട്ട്. അതാണ് ഇവിടുത്തെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദോസ് whose heart is blameless. ഹല്ലേലൂയ. കർത്താവിന്റെ സ്ഥനിൽ ആ നിർമ്മലതയോടെ ഏകാഗ്രതയോടെ നിന്നാലുണ്ടല്ലോ സ്തോത്രം, എന്തെല്ലാം കാര്യത്തിന് നമ്മളെ കൊണ്ട് ദൈവം ഉപയോഗിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ശമ്പല സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ കണ്ണ് നമ്മളെ കാണുമെന്ന് ഒരു ഓർമ്മയുണ്ടെങ്കിൽ സ്തോത്രം, എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് ആത്മീയ ലോകത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും കടന്നു വന്നുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ കണ്ണ് നമ്മളെ കാണുന്നെന്നുള്ളത് സ്തോത്രം നമ്മൾ എപ്പോഴും അറിയേണ്ട ഒരു കാര്യം. യോബിന്റെ പുസ്തകത്തിനകത്ത് സ്തോത്രം യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ ജോബ് 34 സ്തോത്രം ഞാൻ ഭാഗം എടുത്തോട്ടെ. അതിന്റെ 21, 22 വാക്യങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത്. അവന്റെ ദൃഷ്ടി മനുഷ്യരുടെ വഴികളിൽ മേലിരിക്കുന്നു, അവന്റെ നടപ്പൊക്കെ അവൻ കാണുന്നു. ദുഷ്പ്രവർത്തിക്കാർക്ക് ഒളിച്ചുകൊള്ളേണ്ടതിന് അവിടെ ഇരുട്ടുമില്ല, അന്ധതമസ്സുമില്ല. സ്തോത്രം. മനുഷ്യൻ ദൈവസ്ഥനിൽ ന്യായവിസ്താരത്തിൽ ചെല്ലേണ്ടതിന് അവനിൽ അധികം ദൃഷ്ടി വെക്കുവാൻ ആവശ്യമില്ല. സ്തോത്രം. ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. സ്തോത്രം. അതുപോലെ തന്നെ ഏകാഗ്രതയുള്ളവരെ സ്തോത്രം ദൈവം സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കുവാനായിട്ട്, അതായത് എന്തൊക്കെ നമുക്ക് സ്തോത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് എന്തെല്ലാം നമുക്ക് എൻകറേജ് ചെയ്യുന്നു. ഗോഡ് സ്ട്രോങ് സപ്പോർട്ട് ഫോർ ആസ. സ്തോത്രം. എന്തൊരു സ്തോത്രം സപ്പോർട്ടായിരുന്നു, എന്തൊരു എൻകറേജ്മെന്റ് ആയിരുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് 16-ാം അധ്യായം വന്നപ്പോഴത്തേക്ക് യുദ്ധങ്ങളുണ്ടായി. ആസ പിന്നെ കൃത്തിക്കുവാനിടയായി, പോഷത്വം കാണിക്കുവാനിടയായി, ദീനം പിടിച്ചു, മരിച്ചുപോയി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാമോ? ഇന്ന് രാത്രികാലം ഈ പരിശുദ്ധാത്മാവ് തന്ന ദൂത് സമർപ്പിക്കാമോ? കർത്താവേ, ഈ ലോകം എന്നെ എന്തെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്താലും, ഏതെല്ലാം കാര്യങ്ങൾ മുടങ്ങിയാലും, എന്റെ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന്, ആ ഏകാഗ്രതയിൽ നിന്ന് ഞാൻ വിട്ടുപോകത്തില്ല. ഞാൻ ഒന്നും പ്രവർത്തിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ആസയോട് പ്രത്യേകമായി ദൈവാത്മാവ് വീണ്ടും 15-ാം അധ്യായത്തിൽ പറഞ്ഞതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്രകാരം ഒരു അനുഭവം ഉണ്ടെങ്കിലും ദൈവസന്നിധിയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം. സർപ്പവായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ ഇതൊരു ദൈവവചന ഒരു ദൂതായിട്ടാണ് ദൈവം എനിക്ക് തന്നത്. ഈ അന്ത്യകാലത്ത് ഈ ടൈമില് നമ്മൾ ഒത്തിരി കാര്യത്തിൽ ബിസിയാകുന്ന കാര്യങ്ങളില് സ്തോത്രം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവം പറയുന്നതനുസരിച്ച് നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുവാൻ, ദൈവത്തിന്റെ പദ്ധതി നമ്മളില് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ആസ് ക്രിസ്ത്യൻസ് വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ഫെലോ ഹെയർസ് വിത്ത് ക്രൈസ്റ്റ്, citizen of heaven and God's ambassadors in a foreign land. നമ്മളിവിടെ ഒരു പരദേശികളാണ്. നമുക്കിവിടെ എന്തെല്ലാം ഉണ്ടാക്കിയാലും ഏതെല്ലാം കാര്യങ്ങൾ ഉണ്ടായാലും കർത്താവ് വിളിക്കുമ്പോൾ അതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകേണ്ടതാണെങ്കിൽ അവിടെ കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ നിന്നത്, നിർമ്മലതയോടെ നിന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചെന്താ? നിന്റെ സന്നിധിയിൽ ഏകാഗ്രതയോടും നിർമ്മലതയോടും വിശ്വസ്തയോടും നിനക്ക് പ്രസാദമായി ചെയ്തതെന്ന് ഓർത്തപ്പോൾ തന്നെ ആയുസ്സിന് ദീർഘമാക്കി കൊടുത്ത ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ ചില വിഷയങ്ങളുടെ മേല് ഹല്ലേലൂയ നമുക്ക് സ്വസ്ഥത ലഭിക്കുവാന്, നമ്മളോട് പോരാടുന്ന ശത്രു യുദ്ധങ്ങൾ ചെയ്യുന്നത് നിർത്തലാക്കുവാന് നാം ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ നിൽക്കുമെന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ഈ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ ബലമുള്ള കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ ഈ വചനം കർത്താവേ സകലേകാഗ്രഹിതന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി
കർത്താവെ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് കർത്താവെ സ്തോത്രം സ്തോത്രം. ഹാലെ കർത്താവിന്റെ കണ്ണ് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ അപ്പച്ച. ഹാലേലൂയ. ഞങ്ങളെ ഒരു നിമിഷം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്നവര്, ഇനി കേൾക്കാൻ പോകുന്നവര്, കർത്താവേ സ്തോത്രം പറഞ്ഞാടിയന് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് വിട്ടുപോകാതിരിക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നിയന്ത്രണം ഏറ്റെടുക്കണമേ കർത്താവ്. ഞങ്ങളുടെ ലൈഫിനെ ദൈവത്തിന് സറണ്ടർ ചെയ്യുന്ന കർത്താവേ, ദൈവഭക്തതയ്ക്ക് സറണ്ടർ ചെയ്യുന്ന കർത്താവേ. ഹാലേലൂയ. ഒരിക്കലും വിട്ടുപോകാത്ത അൺബ്രോക്കൺ ഫെലോഷിപ്പ് വിത്ത് ഗോഡ് അത് ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഇന്ന് രാത്രി കാലം ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്നു. ലീഡ് ചെയ്യുന്നവരെ, ആളെ സൂക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്നവരെ എല്ലാം ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏകാഗ്രതയോടെ എല്ലാ കാര്യം ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തരും. മഹത്വമെല്ലാം എടുക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ പിതാവേ.